9 മാസത്തിന് ശേഷം ആദ്യമായി നിരക്ക് കുറച്ച് US ഫെഡറൽ റിസർവ്. പലിശ നിരക്ക് 4-നും 4.25%-നും ഇടയിലാണ്. ഇപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികളിലേക്കും ഫെഡറൽ നീങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമേരിക്കയിൽ മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ടാണോ ഈ പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഫെഡറൽ റിസർവിൻ്റെ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് എസ് കെ. ഇത് താൽക്കാലികമല്ലാത്ത ഇനിയും 1-2 പ്രാവശ്യം കൂടെ കുറയാൻ സാധ്യതയുണ്ട്. രാജ്യാന്തര തലത്തിൽ എസ് കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഈ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ മേൽ പലിശ കുറയ്ക്കുവാൻ ഡൊണാൾഡ് ട്രംപ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പലപ്പോഴും US ഫെഡ് ചെയർമാൻ ജെറോം പവൽ ആയിട്ടൊക്കെ വാക്ക് തർക്കത്തിലെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മിനിമം 1% കുറയ്ക്കണമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. ഇപ്പോൾ ഏതാണ്ട് 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നത്. US സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് ആണ് ഈ കുറവ് വരുത്തിയിരിക്കുന്നത്. 0.5% ഇളവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇതോടെ പലിശ നിരക്ക് 4 മുതൽ 4.25% മാറിയിരിക്കുകയാണ്. ഫെഡറൽ റിസർവിന്റെ ഈ പലിശ നയം പുറത്തു വന്നതിന്റെ തൊട്ട് പിന്നാലെ US ഓഹരികൾ വൻ നേട്ടത്തിലേക്ക് കുതിച്ചു കയറുകയുണ്ടായി. പക്ഷെ പിന്നീട് പെട്ടെന്ന് പുറകോട്ട് പോവുകയും ചെയ്തു. ഈ പലിശ കുറച്ചതുകൊണ്ട് സേവിങ്സ്, അതുപോലെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നിവയൊക്കെ ആശ്രയിച്ച് പലിശ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില ഔൺസിന് ചരിത്രത്തിൽ ആദ്യമായി $3,700 വരെ ഒരു സമയത്ത് കുതിച്ചുയർന്നിരുന്നു. പക്ഷെ പിന്നീട് ഇത് താന്നിരിക്കുകയാണ്. ഈ തീരുമാനം പാസ്സായത് 1-നെതിരെ 11 വോട്ടുകൾക്കാണ്. 2025 ഇനി 2 തവണ കൂടി ഈ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് ഫെഡറൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 2026 ഒരുപക്ഷെ 1 തവണയും കൂടെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എസ്കെനെ ഈ പലിശ നിരക്ക് വെട്ടിക്കുറച്ചതിന് ശേഷം ഇവരുടെ പ്രസ്താവന വന്നത് താൽക്കാലികമായ ഒരു റിസ്ക് മാനേജ്മെന്റ് കട്ട് നടപടി മാത്രമാണെന്നാണ് ഈ ചെയർമാൻ ജെറോം പവൽ പറഞ്ഞത്. ഇതാണ് പിന്നീട് ഈ ഓഹരികൾക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ മാസങ്ങളിൽ ഈ തൊഴിലില്ലായ്മ നിരക്ക് അമേരിക്കയിൽ കുത്തനെ കൂടിയതാണ് ഇപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കാൻ കാരണമെന്നാണ് പവൽ പറയുന്നത്. അമേരിക്കയിലെ വാഹനം, അതുപോലെ വിദ്യാഭ്യാസം, മറ്റ് വായ്പകൾക്കും ക്രെഡിറ്റ് കാർഡ് പലിശയ്ക്കുമെല്ലാം അവരുടെ ഈ പലിശ കുറയുവാൻ ഈ തീരുമാനം സഹായിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.